അപ്പോൾ പ്രേക്ഷകർക്ക് അറിയാമല്ലോ നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്താണ്. നമ്മൾ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അതിന് ഈ പ്രധാനപ്പെട്ട വാർത്തകൾ ആദ്യം നോക്കിയ ശേഷം നമ്മുടെ സെഗ്മെന്റ്സിലേക്കൊക്കെ വരാം. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ പ്രേക്ഷകരുടെ കമന്റ്സ് ഒക്കെ വായിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഒപ്പം തന്നെ അങ്ങനെ നിരവധി സെഗ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം പ്രധാനപ്പെട്ട വാർത്ത. അതെ, എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സിനിമാ മേഖലയിലെ വിവാദങ്ങൾ അതിങ്ങനെ ചൂടുപിടിച്ച് വരികയാണ്. ഇപ്പോൾ അതിനൊരു രാഷ്ട്രീയ മുഖം കൂടി വരുന്നു. ഈ രീതിയിൽ മുകേഷിനെതിരായ പരാതി, അതിൽ തന്നെ LDF-നകത്ത് രണ്ട് അഭിപ്രായങ്ങൾ വരുന്നതൊക്കെ നമ്മൾ ഇന്ന് കണ്ടു. അങ്ങനെ ഒരുപാട് വാർത്തകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വാർത്തകളിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. യുവനടിയുടെ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ മുകേഷ് MLA-ക്ക് താൽക്കാലിക ആശ്വാസം. മുകേഷിന്റെ അറസ്റ്റ് 5 ദിവസത്തേക്ക് എറണാകുളം സെഷൻസ് കോടതി തടഞ്ഞു. MLA-യുടെ രാജി ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ജനപ്രതിനിധി എന്ന പരിഗണന നൽകിയാണ് കോടതി അറസ്റ്റ് തടഞ്ഞത്. പരാതിക്കാരിക്ക് ദുരുദ്ദേശം എന്ന വാദമാണ് MLA കോടതിയിൽ ഉയർത്തിയത്. വിവാദങ്ങൾക്കിടെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നാളെ ചേരുന്നുണ്ട്. കാണാം ഇന്നത്തെ ടോപ്പ് സ്റ്റോറി. ബലാത്സംഗ കുറ്റം ചുമത്തിയാണ് മുകേഷിനെതിരെ പോലീസ് കേസെടുത്തത്. ഇതോടെ MLA സ്ഥാനം മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയായിരുന്നു. CPI നേതാക്കൾ ഉൾപ്പെടെ മുകേഷിന്റെ രാജിക്കായി സമ്മർദ്ദമുയർത്തി. രാജി വേണ്ട എന്നായിരുന്നു പിന്നാലെ ചേർന്ന CPIM അവൈലബിൾ സെക്രട്ടേറിയറ്റിലെ ധാരണ. രാഷ്ട്രീയ സമ്മർദ്ദമേറുന്നതിനിടെ എറണാകുളം സെഷൻസ് കോടതിയെ മുകേഷ് സമീപിക്കുകയായിരുന്നു. ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് പരാതിക്കാരുടെ ലക്ഷ്യമെന്നും വർഷങ്ങൾക്ക് മുമ്പ് 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും ഹർജിയിൽ മുകേഷ്. ഇതിനായി വാട്സാപ്പ് വഴി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകിയെന്നും കോടതിയെ മുകേഷ് അറിയിച്ചു. ജനപ്രതിനിധിയാണെന്ന പരിഗണന നൽകി കോടതി അറസ്റ്റ് അടുത്ത മാസം 3 വരെ തടയുകയായിരുന്നു. എന്റെ കക്ഷി പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതും അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം അതിന് ഉപോദ്ബലകമായിട്ടുള്ള ചില തെളിവുകളും ഇലക്ട്രോണിക് എവിഡൻസും നമ്മൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്വീകാര്യതയും മറ്റു കാര്യങ്ങളൊക്കെ കോടതി ഇനിയും പരിശോധിച്ച് വിലയിരുത്തി തീരുമാനത്തിലെത്തേണ്ടതാണ്. പ്രതിരോധത്തിലായിരുന്ന CPIM-നും കോടതി വിധി ആശ്വാസമായി. മുകേഷ് രാജിവെക്കേണ്ടെന്ന ധാരണ നാളെ ചേരുന്ന സെക്രട്ടേറിയറ്റിൽ CPIM ഉറപ്പിക്കും. എന്നാൽ ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ ചുമത്തി പ്രത്യേക അന്വേഷണ സംഘമെടുത്ത കേസിൽ എത്ര നാൾ ഈ ആശ്വാസം തുടരുമെന്നത് വലിയ ചോദ്യം. 24 തിരുവനന്തപുരം. അതെ, ലൈംഗിക അതിക്രമം കേസിൽ പ്രതിയായ മുകേഷ് MLA സ്ഥാനം രാജിവെക്കുന്നതാണ് ഉചിതം എന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഒരു അഭിപ്രായം ഇന്ന് ഉയർന്നു വന്നിരുന്നു. കടുത്ത അഭിപ്രായ ഭിന്നതയ്ക്ക് ഒടുവിലാണ് CPI ഈ തീരുമാനമെടുത്തത്. CPIM നേതാക്കൾ എതിർപ്പ് വ്യക്തമാക്കിയതോടെ നിർബന്ധമായും രാജിവെക്കണം എന്ന ആവശ്യത്തിൽ നിന്ന് ബിനോയ് വിശ്വം പിന്നാക്കം പോകുന്നു നമ്മളിന്ന് കണ്ടു. തീരുമാനം മുഖ്യമന്ത്രിയെയും CPIM സംസ്ഥാന സെക്രട്ടറിയെയും അറിയിക്കാനാണ് ഇപ്പോഴത്തെ CPI-യുടെ തീരുമാനം. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് മുതിർന്ന നേതാക്കളായ ആനി രാജയും പ്രകാശ് ബാബുവും ആവശ്യപ്പെട്ടുവെങ്കിലും CPI-യെ നിയന്ത്രിച്ച് EP-യും MA ബേബിയും രംഗത്ത് വന്നതോടെ ഈ നിലപാട് CPI-ക്ക് മാറ്റേണ്ടി വന്നു. മുകേഷ് രാജിവെക്കണമെന്ന് ആനി രാജ പരസ്യമായി നിലപാടെടുത്തു. 1 മിനിറ്റ് പോലും ആ പദവിയിലിരിക്കാനുള്ള ധാർമ്മികമായതോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം. എന്നാൽ രാവിലെ തന്നെ ഈ നിലപാട് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ തള്ളി. നിങ്ങൾ രാജിയാണ് ഒരു MLA ചെയ്ത തെറ്റിന്റെ മേലെ സ്വീകരിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനു മുൻപുണ്ടായിട്ടുള്ള 2 MLA-മാർ രാജിവെക്കണം. കേരളത്തിന്റെ ചരിത്രത്തിൽ MLA-മാരുടെ പ്രശ്നമാണെങ്കിൽ എല്ലാ MLA-മാർക്കും ഈ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ബാധകമാണ്. സെക്രട്ടറിയോട് ആലോചിക്കാതെ അജണ്ട നിശ്ചയിക്കുന്ന ആനിരാജയുടെ നീക്കത്തിൽ ബിനോയ് വിശ്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടായിരുന്നു. മുന്നണിയെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ പാർട്ടി കമ്മിറ്റി കൂടി വേണം തീരുമാനവും നിലപാടുമെടുക്കേണ്ടതെന്നാണ് ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലത്തെ പാർട്ടി ഗൗരവമുള്ള കാര്യങ്ങളിൽ കമ്മിറ്റി കൂടി ആലോചിക്കും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പിന്നാലെ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഭൂരിപക്ഷവും മുകേഷ് രാജിവെക്കണമെന്ന നിലപാട് സ്വീകരിച്ചു. എന്നാൽ ഇത് കടുത്ത ആവശ്യമായി ഉന്നയിക്കേണ്ട എന്ന നിലപാടിലായിരുന്നു സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുകേഷ് രാജിവെക്കണമെന്ന് എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഭൂരിപക്ഷ അഭിപ്രായമുയർന്നിട്ടും പരസ്യമാക്കേണ്ട എന്ന നിലപാടാണ് ബിനോയ് വിശ്വം എടുത്തത്. മുഖ്യമന്ത്രിയെയും CPIM സംസ്ഥാന സെക്രട്ടറിയെയും ബിനോയ് വിശ്വം നേരിൽ കണ്ട് നിലപാട് അറിയിക്കുന്നതിലേക്ക് CPI നിലപാട് ഒതുങ്ങും. 24 തിരുവനന്തപുരം. അപ്പോൾ MLA സ്ഥാനം രാജിവെക്കണം എന്നൊരു ആവശ്യം അത് CPI-യിൽ നിന്നുണ്ടാകുന്നു. അങ്ങനെ LDF-ൽ ഈ വിഷയം ആ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അത് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നാളെ കൂടുതൽ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറിയുടെ യോഗം ചേരുന്നു. അപ്പോൾ ഈ വിഷയം എങ്ങനെയായിരിക്കും ആ യോഗത്തിൽ ചർച്ചയാവുക എന്നതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം.
MLA സ്ഥാനത്ത് നിന്നുള്ള മുകേഷിന്റെ രാജി UDF നേരത്തെ ആവശ്യപ്പെട്ടതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കോൺഗ്രസ് നിലപാട് മയപ്പെടുത്തി എന്ന വിമർശനം ഉയരുന്നതിനിടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ വിശദീകരണം വന്നത്. രാജിയിൽ യൂത്ത് കോൺഗ്രസ് സമരരംഗത്ത് സജീവമാകുമ്പോഴും KPCC അധ്യക്ഷൻ പോലും രാജി ആവശ്യപ്പെടുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. എൽദോസ് കുന്നപ്പള്ളി, M വിൻസെന്റ് എന്നീ MLA-മാരുടെ മുൻ അനുഭവങ്ങളാണ് M മുകേഷിന്റെ കാര്യത്തിൽ കോൺഗ്രസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. മുകേഷിന്റെ രാജിയിൽ ഉറച്ച ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. എന്നാൽ നേരത്തെ തങ്ങൾ രാജി ആവശ്യപ്പെട്ടെന്ന ന്യായീകരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. CPI ആവശ്യപ്പെട്ടിട്ട് പോലും CPIM മുകേഷിന് സംരക്ഷണം ഒരുക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. മുകേഷ് എന്തായാലും രാജിവെക്കാൻ തയ്യാറല്ല. അപ്പോൾ CPM ആണ് എടുക്കേണ്ട തീരുമാനം. CPM ഇപ്പോൾ പ്രതിക്കൂട്ടി നിൽക്കുകയാണ് ഈ കാര്യത്തിൽ. CPM നിരവധി കേസുകൾ, ഇതുപോലത്തെ കേസുകൾ ആരോപണ വിധേയനായ മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് കൊട ചൂടി പിടിച്ചുകൊണ്ട് നിൽക്കുക, ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുക, ഒരു നടപടി എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ CPM-ന്റെ മുഖമാണ്. അതുകൊണ്ടാണ് ഞാൻ ബുദ്ധിപൂർവ്വം തന്നെയാണ് ആദ്യം പറഞ്ഞത് CPM തീരുമാനിക്കട്ടെ. എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം വ്യത്യസ്തമാണെന്നും പ്രതിപക്ഷ നേതാവ് ന്യായീകരിച്ചു. 2016-ൽ M വിൻസെന്റിനെതിരെയുണ്ടായ ആരോപണം തന്ത്രപൂർവ്വം താൻ വന്നതിനു ശേഷമെന്ന വാക്കിലൂടെ മറച്ചുവെച്ചു. KPCC അധ്യക്ഷൻ K സുധാകരനും മുകേഷിന്റെ രാജി ആവശ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി. അതിനിടെ യൂത്ത് കോൺഗ്രസും UDF-ന്റെ ഘടകകക്ഷിയായ RSPയും മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് തെരുവിലാണ്. 24 തിരുവനന്തപുരം. എന്തായാലും മറുഭാഗത്ത് പോലീസിന്റെ നീക്കം ഏത് രീതിയിലാണെന്ന് നമുക്ക് നോക്കാം. M മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട് പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ. അത് ഇന്ന് നടന്ന ആ മാർച്ചിന്റെയും ഒപ്പം തന്നെ പ്രതിഷേധത്തിന്റെയും ഒക്കെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. MLA-യുടെ തിരുവനന്തപുരത്തെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും മാർച്ച് ചെയ്തു. യുവമോർച്ചയുടെ ക്ലിഫ് ഹൗസ് മാർച്ചിൽ സംഘർഷമുണ്ടായി. കൊല്ലത്ത് മുകേഷിനെ പ്രതീകാത്മകമായി പരസ്യ വിചാരണ ചെയ്താണ് യുവമോർച്ച പ്രതിഷേധിച്ചത്. ചിന്നക്കടയിൽ കയ്യിൽ കോഴിയുമായി യുവമോർച്ചയുടെ പ്രതിഷേധമുണ്ടായി. നയരൂപീകരണ സമിതിയിൽ നിന്ന് മാത്രമല്ല നിയമസഭയിൽ നിന്ന് തന്നെ മുകേഷ് മാറി നിൽക്കണം എന്നാണ് പ്രതിപക്ഷ സംഘടനകളുടെ ആവശ്യം. നാളെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. ഇനി വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ലീഡ് കൂടിയുണ്ട്. യുവനടിയെ ബലാത്സംഗം ചെയ്തു എന്ന കേസിൽ നടൻ സിദ്ദിഖിന്റെ വാദങ്ങളെല്ലാം പൊളിയുകയാണ്. സിദ്ദിഖിനെ കാണാൻ യുവനടി ഹോട്ടലിൽ എത്തിയെന്ന് തെളിയിക്കുന്ന നിർണായക രേഖകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. സംവിധായകൻ രഞ്ജിത്തിനെതിരായ കേസിൽ പശ്ചിമബംഗാൾ നടിയുടെ സുഹൃത്തിന്റെ മൊഴി രേഖപ്പെടുത്തി. കൊച്ചി സ്വദേശിയായ മറ്റൊരു നടിയുടെ പരാതിയിൽ 4 നടന്മാർ ഉൾപ്പെടെ 7 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 2016-ൽ മസ്കോട്ട് ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവനടിയുടെ പരാതി. നിള തിയേറ്ററിൽ ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോയ്ക്കിടെ മാതാപിതാക്കൾക്കൊപ്പം യുവതിയെ കണ്ടിട്ടുണ്ടെന്നും അതിനുശേഷം കണ്ടിട്ടില്ലെന്നുമാണ് സിദ്ദിഖിന്റെ വാദം. എന്നാൽ 2016 ജനുവരി 28-ന് സിദ്ദിഖിനെ കാണാൻ യുവനടി മസ്കോട്ട് ഹോട്ടലിൽ എത്തിയിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഹോട്ടലിലെ സന്ദർശക രജിസ്റ്റർ. കന്റോൺമെന്റ് AC-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രേഖകൾ പരിശോധിച്ചത്. പരാതിക്കാരിയുടെ രഹസ്യമൊഴി വനിതാ മാജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. പരാതിയുടെയും FIR-ന്റെയും പകർപ്പാവശ്യപ്പെട്ട് സിദ്ദിഖ് തിരുവനന്തപുരം 1-ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി. സംവിധായകൻ രഞ്ജിത്ത് സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന കേസിൽ പരാതിക്കാരിയുടെ സുഹൃത്തും സംവിധായകനുമായ ജോഷി ജോസഫിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുത്തു. ആ സംഭവത്തിന് പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്നത് ഈ അതിജീവിത തന്നെയാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഉണ്ടായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുറി ചെല്ലുന്നതും അവരെ ഈ വീട്ടിൽ കൊണ്ടുവരുന്നതും ഞാൻ പറഞ്ഞ 8-9 ആളുകളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് സാഹചര്യ തെളിവുകളിലൂടെയാണല്ലോ ഇങ്ങനെ ഒരു സംഗതി തെളിയിക്കുക. അപ്പോൾ സാഹചര്യ തെളിവുകൾ വളരെ വളരെ ശക്തമാണ്. കൊച്ചി സ്വദേശിയായ മറ്റൊരു നടിയുടെ പരാതിയിൽ M മുകേഷ്, ഇടവേള ബാബു, ജയസൂര്യ, മണിയൻപിള്ള രാജു എന്നിവർക്കെതിരെ ഗുരുതര വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. 2 പ്രൊഡക്ഷൻ കൺട്രോളർമാർ, ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെയും കേസുണ്ട്. മുകേഷിനെതിരെ ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ജയസൂര്യ സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിങ്ങിനിടെ കടന്നുപിടിച്ചുവെന്നാണ് പരാതി. ഈ കേസിൽ പൊതുഭരണ വകുപ്പിനോട് രേഖകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. സിനിമയുടെ സംവിധായകൻ ബാലചന്ദ്രമേനോന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. അപ്പോൾ M മുകേഷ് MLA, നടൻ സിദ്ദിഖ് എന്നിവർക്കെതിരായ ബലാത്സംഗ പരാതി അന്വേഷിക്കാൻ പ്രത്യേക സംഘങ്ങളെ രൂപീകരിച്ചിട്ടുണ്ട്. മുകേഷിന്റെ കേസ് അന്വേഷിക്കുക ചേർത്തല DYSP ബെന്നി KV, SP G പൂങ്കുഴലി സംഘത്തിന് നേതൃത്വം നൽകും.
സിദ്ദിഖിനെതിരായ കേസ് SP-യുടെ നേതൃത്വത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. സംവിധായകൻ രഞ്ജിത്ത് സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന കേസിൽ പരാതിക്കാരിയായ പശ്ചിമബംഗാൾ നടിയുടെ മൊഴി പോലീസ് ഓൺലൈനായി രേഖപ്പെടുത്തി. മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പരാതിക്കാരി പോലീസിന് മുന്നിലും ആവർത്തിച്ചു. വെളിപ്പെടുത്തലിന് ശേഷം താൻ കടുത്ത സമ്മർദ്ദത്തിൽ ആണെന്നും നടി പറഞ്ഞു. വിശദമായ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം പശ്ചിമബംഗാളിലേക്ക് പോകും. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ. പ്രവിധ തുടരുകയാണ്. കൂടുതൽ വാർത്തകളുണ്ട്, അതിലേക്ക് വളരെ പെട്ടെന്ന് പോകുന്നു. ഇപ്പോൾ ദിവസങ്ങളായി ഈ സിനിമാ മേഖലയിലുള്ള പലരും ഏറെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ആരുടെ പേരാണ് എപ്പോൾ പറയുക എന്നുള്ള കാര്യത്തിൽ സത്യം പറഞ്ഞാൽ അറിയില്ല. ഒന്നിനു പിറകെ ഒന്നായി ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ ചുമത്തി പോലീസ് കേസെടുത്തതോടെയാണ് കാര്യങ്ങൾ ആകെ മാറിയിരിക്കുന്നത്. ഇപ്പോൾ നെട്ടോട്ടം ഓടുകയാണ് നടന്മാർ എന്ന് വേണമെങ്കിൽ പറയാം. അറസ്റ്റ് ഒഴിവാക്കാൻ ഓരോരുത്തരായി കോടതി കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നാട്ടിലെ സാഹചര്യം മോശമായതിനാൽ വിദേശത്ത് നിന്ന് ഉടൻ മടങ്ങേണ്ട എന്നാണ് യുവ സൂപ്പർ സ്റ്റാറുകൾക്ക് വരെ തീരുമാനമെടുക്കേണ്ടി വരുന്നത്. ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചു തകർത്തവർ പരക്കം പായുന്ന ശരിക്കും കാഴ്ചയാണ് കേരളം തത്സമയം കാണുന്നത്. അറസ്റ്റിനായി എതിരാളികൾ മുറവിളി കൂട്ടുമ്പോൾ ജനപ്രതിനിധി കൂടിയായ മുകേഷിന് പരസ്യമായി പുറത്തിറങ്ങാനാകുന്നില്ല. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അറസ്റ്റ് തടയാൻ വക്കീലുമാരെ കാണാൻ കൊച്ചിയിലേക്ക് മുകേഷ് ഓടിയെത്തിയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അറസ്റ്റ് തടഞ്ഞുള്ള കോടതി ഉത്തരവ് മുകേഷിന്റെ ഓട്ടത്തിന് താൽക്കാലിക ആശ്വാസമാണ്. മുകേഷിന്റെ വഴിയെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സിദ്ദിഖും. കേസെടുത്ത ദിവസം സിദ്ദിഖ് ഊട്ടിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണെന്നായിരുന്നു വിവരം. പിന്നീട് നാട്ടിലെത്തിയെന്നും ഇപ്പോൾ മധുരയിലാണെന്നും അടുപ്പമുള്ളവർ പറയുന്നു. എന്നാൽ സിദ്ദിഖിനെ കണ്ടവരെ കാണാനില്ല. അമേരിക്കയിലുള്ള നടൻ ജയസൂര്യയാകട്ടെ അവിടമാണ് സേഫ് എന്ന് കരുതി കേരളത്തിലേക്കുള്ള യാത്ര നീട്ടുകയാണ്. നാട്ടിൽ വന്ന് പുലിവാല് പിടിക്കാനില്ലെന്നാണ് നടന്റെ തീരുമാനം. താരസംഘടനയുടെ തലപ്പത്ത് കാലങ്ങളോളം ഇരുന്ന ഇടവേള ബാബുവിന് ഇപ്പോൾ ഇടവേളയില്ല. നിയമ നടപടികളുടെ ആലോചനയ്ക്ക് ഇടവേള ബാബു തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലെത്തി. കേസിൽ കുടുങ്ങിയവരിൽ സംവിധായകൻ VK പ്രകാശിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലുണ്ട്. പരാതിക്കാരിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും ഹണി ട്രാപ്പ് കേസിലെ പ്രതിയെന്നും പറഞ്ഞാണ് പ്രകാശ് കോടതിയിലെത്തിയത്. സിനിമയിലെ ഇൻട്രോയോ ക്ലൈമാക്സോ അല്ല. അക്കാര്യം ഇപ്പോൾ ബോധ്യപ്പെട്ടതുകൊണ്ടാകും താരങ്ങളായവരുടെ ഈ നെട്ടോട്ടം. ന്യൂസ് ഡെസ്ക് 24. പ്രവിധ, ഈ ആരോപണങ്ങൾ വരുമ്പോൾ നടന്മാർ മാത്രമല്ല പ്രതിസന്ധിയിലായിരിക്കുന്നത്, ഒരു സംഘടന തന്നെ അല്ലേ പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് ആ കാഴ്ചകൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അമ്മ എന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ ഇപ്പോൾ പിരിഞ്ഞു പോയിരിക്കുന്നു. അത് നിലവിലില്ല. അഡ്ഹോക് കമ്മിറ്റിയാണ് ഇപ്പോൾ ഭരണം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ സിനിമാ മേഖലയിൽ ആകെ വലിയൊരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ഇനി ആരായിരിക്കും ആ സംഘടനയെ നയിക്കാൻ എത്തുക എന്നൊരു വലിയ ചോദ്യമാണ്. എന്തായാലും ആ നേതൃനിരയിലേക്ക് ജഗദീഷും ഉർവശിയും എത്തിയേക്കും എന്ന പുതിയ സൂചനകൾ വരുന്നുണ്ട്. സംഘടനയുടെ സ്ഥാപക അംഗങ്ങളാണ് നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ യുവതാരങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകണം എന്ന അഭിപ്രായവും ശക്തമായി ഉയരുന്നുണ്ട്. അംഗങ്ങൾക്കെതിരായ ലൈംഗികാരോപണങ്ങളിൽപ്പെട്ട് ആടിയുലഞ്ഞ അമ്മയ്ക്ക് പുതുജീവൻ നൽകാനാണ് മുതിർന്ന അഭിനേതാക്കളുടെ ശ്രമം. തുടക്കം മുതൽ സംഘടനയ്ക്കൊപ്പം ഉണ്ടായിരുന്നവരാണ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. ജഗദീഷിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഉർവശിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും പരിഗണിക്കണമെന്നാണ് ആവശ്യം. പ്രധാന പദവികളിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഉൾപ്പെടെ യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകണം. പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി എന്നിവർക്കു പുറമെ മുൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായിരുന്ന വനിതകൾ ഉൾപ്പെടെയുള്ള താരങ്ങളെയും പുതിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് പൊതുവികാരം. പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടരാജിയെ വിമർശിച്ച് പാർവതി തിരുവോത്ത് രംഗത്തെത്തി. The first thought that I had when I heard the news about this collective resignation was how cowardly of them to step away from a position where they are now accountable to speak to media. അതേസമയം നേതൃസ്ഥാനത്തേക്ക് എത്തണമെന്ന ആവശ്യം ഉർവശി നിരാകരിച്ചതായാണ് വിവരം. 2 മാസത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരം ഒഴിവാക്കാനുള്ള നീക്കങ്ങളും സജീവമാണ്. 24 കൊച്ചി. കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് നടത്തിയ വാർത്താ സമ്മേളനം ഓർമ്മയുണ്ടോ? അപ്പം തീർച്ചയായും അതിൽ പൃഥ്വിരാജ് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അത് പൃഥ്വിരാജാണ് പറഞ്ഞത്. അത് തന്നെയാണ് തോന്നുന്നത് പ്രസിഡന്റ് പറയാൻ. അതെ, ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത്, ഇങ്ങനെ ഒരു കമ്മിറ്റിയെ ഫോം ചെയ്യുക, സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കുക, അത് മലയാള സിനിമയിൽ മാത്രമാണ്. മലയാള സിനിമയിലാണ് ആദ്യമായിട്ട് മാറ്റത്തിന്റെ തുടക്കം. അത് മലയാള സിനിമയിൽ നിന്നാണ് എന്ന് ഇനിയും വരും തലമുറ അല്ലെങ്കിൽ ഇനി വരും കാലത്ത് അങ്ങനെ ഒരു കാര്യമാകട്ടെ പറയേണ്ടത് എന്നാണ്
എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത്. അപ്പോൾ പ്രേക്ഷകർക്ക് അറിയുന്ന ഇന്ത്യയിൽ ഒരുപാട് ഭാഷയുണ്ട്, അതിലൊക്കെ സിനിമകളുണ്ട്. അങ്ങനെ ആ ഒരു കാറ്റ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആ ഒരു കാറ്റ് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പടരുന്നുണ്ട് എന്നുള്ള സൂചന നൽകുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഹേമ കമ്മിറ്റി മാതൃകയിൽ തമിഴ്നാട്ടിലും അന്വേഷണം നടക്കണം എന്നാണ് നടനും നടികർ സംഘം ജനറൽ സെക്രട്ടറിയുമായ വിശാൽ പറഞ്ഞത്. വഴങ്ങണമെന്ന് പറയുന്നവരെ സ്ത്രീകൾ ചെരുപ്പൂരി അടിക്കണമെന്നും വിശാൽ പറഞ്ഞു. ബൗൺസേഴ്സ് ഇല്ലാതെ സ്ത്രീകൾക്ക് അഭിനയിക്കാൻ പറ്റാത്ത നിലയാണെന്നും വിശാൽ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. 20% പേർക്ക് മാത്രമാണ് സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള 80% ആളുകളും അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വിധേയരാകുന്നു. മാത്രമല്ല, അഭിനയ മോഹത്താൽ ചതിക്കുഴിയിൽപ്പെടുന്നവരും നിരവധിയാണ്. അഡ്ജസ്റ്റ്മെന്റ് ആവശ്യപ്പെടുന്നവരെ ചെരുപ്പൂരി അടിക്കണമെന്നും വിശാൽ പറഞ്ഞു. ഇതെല്ലാം തവിർக்கிறதுக்கு ஒரே ஒரு விஷயம் என்னன்னா, அந்த பெண்மணிக்கு மன தைரியம் வேணும். அந்த பெண்மணி செருப்பால் அடிக்கணும் அந்த மாதிரி ஆளுங்களை. ഹേമ കമ്മിറ്റി മാതൃകയിൽ തമിഴ്നാട്ടിലും ഒരു സമിതി രൂപീകരിക്കുന്നത് സംബന്ധിച്ച് നടികർ സംഘം ഉടൻ ആലോചിക്കും. നടികർ സംഘം നടന്മാർക്കു വേണ്ടി മാത്രമുള്ളതല്ല. സ്ത്രീകൾ പരാതിയുമായി എത്തിയാൽ അതിവേഗം നടപടി സ്വീകരിക്കും. തമിഴ് സിനിമയിലെ നടിമാർ അവർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം സംബന്ധിച്ച് തുറന്നു പറയാൻ മുന്നോട്ടു വരണമെന്നും വിശാൽ ആവശ്യപ്പെട്ടു. 24 ചെന്നൈ. പ്രജിന, അങ്ങനെ ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ ഈ വാർത്ത തന്നെ കണ്ടു മടുത്തു എന്ന് ചില പ്രേക്ഷകർ പറയുന്നുണ്ട്. അതല്ല, ഇനി നമ്മുടെ സെഗ്മെന്റ്സ് ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ പ്രധാനപ്പെട്ട വാർത്തകൾ നൽകാതെ ഈ പരിപാടി അവതരിപ്പിക്കാനും നമുക്ക് കഴിയില്ല. അപ്പോൾ അതൊക്കെ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്, കാര്യമാണെന്ന് അറിയാം. നിങ്ങളുടെ കമന്റ്സിലേക്കൊക്കെ നമ്മൾ വരും. ചെറിയ വെൽക്കം ബാക്ക്, ഗുഡ് നൈറ്റ് ഷോ തുടരുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നു, അതിലേക്കാണ് ഇനി. മുകേഷിന്റെ രാജിക്കായി കടുത്ത സമ്മർദ്ദവുമായി CPI. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ടു. മുകേഷ് മാറി നിൽക്കണമെന്നാണ് പാർട്ടിയുടെ നിലപാടെന്ന് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ അറിയിച്ചു. ഷഫീദ് റാവുത്തറുണ്ട് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി തത്സമയം. ഷഫീദ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നേരത്തെ വ്യക്തമാക്കിയതാണ് CPI ഇതിൽ മുഖ്യമന്ത്രിയും പാർട്ടി CPIയും സംസ്ഥാന സെക്രട്ടറിയും കാണും. CPI നിലപാട് വ്യക്തമാക്കുമെന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? മുകേഷ് രാജിവെച്ചേ മതിയാകൂ എന്ന രീതിയിൽ തന്നെയാണോ CPIയുടെ നിലപാട്? പ്രജനി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട CPIയിൽ അതിരൂക്ഷമായ അഭിപ്രായ ഭിന്നത ഉടലെടുത്തിരുന്നു. മുകേഷിനെ രാജിവെക്കാതെ മുന്നോട്ട് പോകുന്നത് ശരിയാകില്ലെന്നായിരുന്നു CPIയിലെ ഭൂരിപക്ഷ അഭിപ്രായം. മാത്രമല്ല, പൊതുപ്രവർത്തനത്തിൽ ധാർമ്മികത അനിവാര്യമെന്ന പൊതുവികാരം അത് CPIക്കുള്ളിൽ ഉയരുകയും ചെയ്തു. അതേസമയം രാജി ആവശ്യം കടുപ്പിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. ആ നിലപാടിനെതിരെയും CPIക്കുള്ളിൽ വലിയ തരത്തിൽ വിമർശനമുയർന്നു. തുടർന്നാണ് ഈ വിഷയം കൃത്യമായി തന്നെ മുഖ്യമന്ത്രിയെ അറിയിക്കാൻ തീരുമാനിച്ചത്. മുകേഷിന്റെ രാജി അത് അനിവാര്യമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അറിയിച്ചിട്ടുണ്ട്. മുകേഷ് മാറി നിൽക്കണമെന്നാണ് പാർട്ടി നിലപാടെന്നുള്ള കാര്യം വ്യക്തമായി ബിനോയ് വിശ്വം അറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ധാർമ്മികതയുടെ പേരിൽ മാറി നിൽക്കണം, ഇതല്ലെങ്കിൽ മുന്നണിക്ക് കാര്യമായ കോട്ടം അതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ള വിവരമാണ് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ അറിയിച്ചത്. ഈ പാർട്ടി എക്സിക്യൂട്ടീവിൽ എടുത്ത തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പരിഗണിച്ചുകൊണ്ടാണ് ബിനോയ് വിശ്വത്തിന്റെ നീക്കം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രജിൻ. ഷഫീദ്, ആദ്യഘട്ടത്തിൽ തന്നെ CPIക്കകത്ത് അല്ലെങ്കിൽ ദേശീയ നേതാക്കളൊക്കെ തന്നെ ഒരു അഭിപ്രായം പറയുന്നു, ഇതേ അഭിപ്രായം പറഞ്ഞു ആദ്യം. പക്ഷേ അതിൽ നിന്ന് മയപ്പെടുത്തിയാണ് ബിനോയ് വിശ്വം പിന്നീട് പ്രതികരിക്കുന്നത് നമ്മൾ ഇന്ന് കണ്ടത്. പക്ഷേ അതേസമയം CPIയിലും ഒരു അതൃപ്തി ഉണ്ടാകുന്നു. CPI ഇങ്ങനെ നിലപാട് അല്ലെങ്കിൽ പരസ്യമായി ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നത്. അതേ തുടർന്ന് ബിനോയ് വിശ്വം പിന്നീട് അതൊന്ന് മയപ്പെടുത്തി പറയുന്നു. പക്ഷേ പിന്നീടാണ് ഈ രീതിയിൽ CPI സംസ്ഥാന ഘടകത്തിന് മാറേണ്ടി വന്നത്. മുകേഷിന് രാജി ആവശ്യപ്പെടണം, അത് CPIയും തീരുമാനിക്കട്ടെ, പക്ഷേ ഇതാണ് തങ്ങളുടെ നിലപാട് എന്ന് CPI പറയുന്നു എന്നാണ് നേരത്തെ വന്ന സൂചനകൾ. പക്ഷെ ഇതിപ്പോൾ മുകേഷ് രാജിവെച്ചേ മതിയാകൂ എന്ന രീതിയിലേക്ക് CPI ആ നിലപാട് കടുപ്പിക്കുമ്പോൾ നാളെ നടക്കുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എങ്ങനെയായിരിക്കും ഈ വിഷയം ചർച്ചയാവുക? ഷഫീദ്. പ്രജനിക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ഈ രഞ്ജിത്തിന്റെ, അതായത് സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായിരുന്ന രഞ്ജിത്തിന്റെ രാജി ആവശ്യം CPI കാര്യമായി ഉയർത്തിയിരുന്നു. മാത്രമല്ല, അതൊരു ധാർമ്മികത പ്രശ്നമാണെന്ന് CPI ദേശീയ നേതൃത്വം അടക്കം വലിയ തരത്തിൽ പരസ്യമായി അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ മുന്നണിയിൽ അതിരൂക്ഷമായി ഉയർന്നപ്പോഴാണ് രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വന്നത്. പിന്നാലെ സമാനമായ രീതിയിൽ അതല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി കടന്നുകൊണ്ടുള്ള ചില പരാതികളും ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് ഇപ്പോൾ മുകേഷിനെതിരെ ഉയർന്നിട്ടുള്ളത്. അതിൽ മുകേഷ് തീർത്തിട്ടുള്ള പ്രതിരോധം അത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല, അതല്ലെങ്കിൽ ധാർമ്മികമായി ഏതെങ്കിലും തരത്തിലൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് CPI ഇപ്പോൾ വിലയിരുത്തുന്ന കാര്യം. ബിനോയ് വിശ്വത്തെ സംബന്ധിച്ച് പരമാവധി ബിനോയ് വിശ്വം അത് CPIയും അതേപോലെ മുകേഷും തീരുമാനിക്കട്ടെ, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയും തീരുമാനിക്കട്ടെ എന്നുള്ള അഭിപ്രായം അത് CPIക്കകത്ത് പങ്കുവച്ചെങ്കിൽ കൂടി CPIയിലെ പൊതുവികാരവും അതേപോലെ തന്നെ ഭൂരിപക്ഷ അഭിപ്രായവും
ആ നിലപാടിനെതിരായിരുന്നു. ആ നിലപാട് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവിന്റെ തീരുമാനം, പാർട്ടി എക്സിക്യൂട്ടീവിന്റെ തീരുമാനം എന്ന നിലയിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഒരുപക്ഷെ മുകേഷിന്റെ രാജിക്കായി ഇത്രയധികം സമ്മർദ്ദം CPI ചെലുത്തുന്നത് ഇത് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ആദ്യമാണ്. പക്ഷേ CPIക്ക് ഇതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം സാംസ്കാരിക മേഖലയിലടക്കം CPI ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഈ സിനിമാ വിവാദവുമായി ബന്ധപ്പെട്ട് CPI എടുത്തിരിക്കുന്ന സ്റ്റാൻഡ്, ആ സ്റ്റാൻഡിൽ നിന്ന് വ്യത്യസ്തമാകും ഒരുപക്ഷെ മുകേഷിന്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു മയപ്പെട്ട സമീപനം സ്വീകരിച്ചാൽ എന്ന് CPIക്കുള്ളിൽ തന്നെ അഭിപ്രായമുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടി സമ്മർദ്ദം കടുപ്പിക്കാം എന്നുള്ളൊരു CPI നിലപാട് അത് നേതൃത്വം എടുക്കുകയായിരുന്നു. ഏതായാലും ബിനോയ് വിശ്വം ഒറ്റയ്ക്ക് അതിനെ എതിർത്താൽ പോലും അക്കാര്യത്തിൽ ബിനോയ് വിശ്വത്തിന് ഇതല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ള ഒരു അഭിപ്രായം അത് പാർട്ടി അംഗങ്ങൾക്ക് തന്നെ, CPI സംസ്ഥാന കമ്മിറ്റിയിലെ അംഗങ്ങൾക്ക് തന്നെ ഉണ്ടായിരുന്നു. എക്സിക്യൂട്ടീവിന്റെ പൊതു തീരുമാനം എന്ന രീതിയിൽ ഇപ്പോൾ ഇത് അറിയിച്ചെങ്കിൽ കൂടി അത് പാർട്ടി കൃത്യമായി തന്നെ നൽകുന്ന ഒരു മെസ്സേജാണ്. ഇനിയും ഇത്തരം ആളുകളെ അത് മുന്നണിയുടെ പ്രധാനപ്പെട്ട ഏതെങ്കിലും തരത്തിലത് ഈ സിനിമാ നയം രൂപീകരിക്കുന്ന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റ് സ്ഥാനം, അതായത് MLA സ്ഥാനം ഉൾപ്പെടെയുള്ള സ്ഥാനത്ത് മുകേഷ് തുടരുന്നത് അത് മുന്നണിക്കാകെ അപമാനമുണ്ടാക്കും, മുന്നണിക്ക് കോട്ടമുണ്ടാക്കും എന്നുള്ളതാണ് CPIയുടെ വിലയിരുത്തൽ. ആ വിലയിരുത്തലാണ് നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അറിയിച്ചിട്ടുള്ളതും. മാത്രവുമല്ല ഇപ്പോൾ CPMന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമുണ്ടാകും എന്നുള്ളതല്ലേ ശ്രദ്ധേയം എന്ന് EP ജയരാജനും മുകേഷിനെ പിന്തുണച്ചുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. CPI ഇത്തരത്തിൽ സമ്മർദ്ദം ശക്തമാക്കുമ്പോൾ ഇനി CPM ഏത് തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതിന് ശ്രദ്ധേയമല്ലേ? ഉറപ്പായിട്ടും. കാരണം CPMന്റെ തീരുമാനം ഇക്കാര്യത്തിൽ നിർണായകമാണ്. കാരണം ഇന്ന് ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ കൂടി ഏതെങ്കിലും തരത്തിൽ മുകേഷിനോട് MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടേണ്ട എന്നുള്ള നിലപാടായിരുന്നു CPMനുള്ളത്. പക്ഷേ അന്നേരം ഒന്നും CPI ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം അത് കടുപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല. പക്ഷേ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കി തൽക്കാലം മുഖം രക്ഷിക്കുക എന്നുള്ളതായിരുന്നു CPMന്റെ ഈ വിഷയത്തിലെ അടവ് നയം. പക്ഷേ അത് ഇനി വിലപ്പോകില്ല എന്നുള്ള കാര്യം ഉറപ്പായി. കാരണം മുന്നണിക്കുള്ളിൽ ഇത്രയധികം സമ്മർദ്ദം, അത് CPIയിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിച്ച ഒരു സാഹചര്യത്തിൽ മുകേഷ് ഇനി എടുക്കുന്ന തീരുമാനം നിർണായകമാകും. ഒരുപക്ഷെ ഒരു ഫോഴ്സ്ഫുള്ളി തീരുമാനമെടുക്കാൻ CPM നേതൃത്വം മുകേഷിനെ പ്രേരിപ്പിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. CPI ദേശീയ നേതൃത്വത്തിന്റെ രാജി ആവശ്യം കണക്കിലെടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു അവൈലബിൾ സെക്രട്ടറിയുടെ തീരുമാനമെങ്കിൽ ഇപ്പോൾ CPI സംസ്ഥാന നേതൃത്വം തന്നെ അല്ലെങ്കിൽ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് തന്നെ ഈ വിഷയത്തിൽ അവരുടെ നിലപാട് മുഖ്യമന്ത്രിയോട് വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർണായകമാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എടുക്കുന്ന തീരുമാനം അതിന് വലിയ തരത്തിൽ പ്രാധാന്യമുണ്ടാകും. ഒരു പക്ഷേ ഒരു പൊതുരീതി അല്ലെങ്കിൽ പൊതുബോധം, പാർട്ടിയുടെ മുഖം, ഇത് മൂന്നും പ്രധാനമായും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കാം ഒരു പക്ഷേ നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയരുക. നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ശരി, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. മറ്റൊരു വാർത്ത അല്പസമയം മുൻപ് വന്നതാണ്. ലൈംഗിക ചൂഷണത്തിന് ശ്രമിച്ചുവെന്ന പരാതിയിൽ സംവിധായകൻ VK പ്രകാശിനെതിരെയും കേസെടുത്തിരിക്കുകയാണ്. കൊല്ലം പള്ളിത്തോട്ടം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അരുൺരാജ് കൊല്ലത്ത് നിന്നും ചെയ്തുകൊണ്ട് കൂടുതൽ വിവരങ്ങളുമായി ടെലിഫോൺ ലൈനിൽ. അരുൺരാജ്, വിശദാംശങ്ങൾ. പ്രജിൻ പ്രഭിത 2022 യുവ രക്തദാതൃത്തിനെ ലൈംഗികമായ ഉദ്ദേശത്തോടെ ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിലാണ് സംവിധായകൻ കൂടിയായ VK പ്രകാശിനെതിരെ ഇപ്പോൾ പള്ളിത്തോട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. IPC സെക്ഷൻ 354(1) പ്രകാരമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസിൽ പരാതിക്കാരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് FIR ഇപ്പോൾ എടുത്തിരിക്കുന്നത്. FIR നാളെ തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാനുള്ള തീരുമാനമാണ് നിലവിൽ പള്ളിത്തോട്ടം പോലീസ് കൈക്കൊണ്ടിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടർ നീക്കങ്ങൾ ഇനി SIT ടീം നൽകുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടരുക. അരുൺരാജാണ് കൊല്ലത്തു നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ മറ്റ് സെഗ്മെന്റുകളിലേക്ക് നമുക്ക് കിടക്കാം. അല്ലെ, എല്ലാ പ്രേക്ഷകരും ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത്ര ഹാർഡ് വാർത്തകൾ മാത്രമാണ് ഉള്ളത്, ഈ വാർത്തകൾ കേട്ട് മടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ വന്ന 2 അപ്ഡേറ്റിലാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നമുക്ക് അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് കിടക്കാം. നമ്മുടെ ഒരു പ്രേക്ഷകൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. നമ്മുടെ സ്ക്രീനിലേക്ക് എത്താൻ പാലക്കാട് നിന്നും മണികണ്ഠനാണ്. ഹലോ, ഹായ് മണികണ്ഠൻ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. പാലക്കാട് എവിടെയാണ്? നമസ്കാരം. പാലക്കാട് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ ഇരുമ്പകച്ചോല എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഒരു ഗ്രാമീണ പ്രദേശമാണ്. അത് ശരി. ചേട്ടാ, അവിടെയൊക്കെ നല്ല മഴയാണെന്നൊക്കെ ചിലർ കമന്റ് ഇടുന്നുണ്ടായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു അവിടെ? അതെ, ഇപ്പോഴും നല്ല മഴയാണ്. ഇന്ന് രാവിലെ മുതലേ നല്ല മഴയാണ്. ഓക്കെ, ചേട്ടന്റെ കൂടെ മകനാണോ? ഇതെന്റെ മൂത്ത മോനാണ് ആശിഷ്. ഇത് എന്റെ രണ്ടാമത്തെ മോൻ അമ്മീഷ്. കുട്ടികൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സില്. ആശിഷ് ആൻഡ് അമീഷ്. ഓക്കേ. മോൻ ഏത് ക്ലാസ്സിലാണ്?
8ാം ക്ലാസ്സിൽ. 8ല്. ഓക്കെ. നാളെ ക്ലാസ്സിലേ, നാളെ ക്ലാസ്സിന് പോണ്ടേ? അപ്പൊ ഗുഡ് നൈറ്റ് ഷോ എല്ലാ ദിവസവും കാണാറുണ്ടോ? കാണാറുണ്ട്. ഞങ്ങളെ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കിട്ടി. കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രൊഡ്യൂസർ പറഞ്ഞു. 2 വാർത്ത പെട്ടെന്ന് വന്നോണ്ടാണ് ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ചത്. എനിക്ക് ചേട്ടന്റെ പിറകിൽ ആരും ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് ഇതെന്റെ ഫാദറാണ്. ഓക്കെ. അപ്പം വാർത്തയൊക്കെ കാണുന്ന കൂട്ടത്തിലാണ് എല്ലാവരും. അതെ അതെ. രാവിലെ ശ്രീകണ്ഠൻ സാറിന്റെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വാർത്ത നമ്മള് ഒരു പരിധിവരെ ഒഴിവാക്കാതെ കാണാറുണ്ട്. അതൊക്കെ കേൾക്കുന്നതാണ് സന്തോഷം. എന്നിട്ട് നമ്മുടെ ഗുഡ് നൈറ്റ് ഷോയും കണ്ടിട്ട് ഉറങ്ങും, അങ്ങനെയല്ലേ? അതെ അതെ. മണിയൻ ചേട്ടാ എന്ത് ചെയ്യുന്നു പറഞ്ഞില്ല, എന്ത് ചെയ്യുന്നു? സാർ ഞാന് മണ്ണാർക്കാട് തന്നെയുള്ള അർബൻ ഗ്രാമീൺ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനമുണ്ട്. ബാങ്കിങ് മേഖലയിലുള്ള സ്ഥാപനമാണ്. അവർക്ക് 14ഓളം ബ്രാഞ്ചുകളുണ്ട്. അപ്പൊ നമ്മുടെ 24ലും നമ്മുടെ ബ്രാഞ്ചിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് പോകുന്നുണ്ട്. ഭാവന. അപ്പൊ അതില് ഞാൻ കല്ലടിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ബ്രാഞ്ച് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇന്ന് വർക്കിന് പോയി വന്നതാണല്ലേ? അതെ അതെ, ഇന്ന് വർക്കിന് പോയി വന്നു. ശരി ശരി. അപ്പൊ ഈ സമയത്താണ് നമ്മുടെ ഗുഡ് നൈറ്റ് ഷോ ഒക്കെ കണ്ടിട്ടാണ് കിടക്കാനുള്ളത് അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ പലതവണ സാറിന്റെ പാട്ടുകളൊക്കെ നന്നായി കേൾക്കാറുണ്ട്. അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഗായകൻ കൂടിയാണ് സാറ്. വാർത്ത വായിക്കുന്നത് ഒരുപാട് സന്തോഷം. സമയക്കുറവുകൊണ്ടാണ് പെട്ടെന്ന് ഇടപെടുന്നത് കേട്ടോ. നമുക്ക് വീണ്ടും സംസാരിക്കാം തീർച്ചയായിട്ടും. വീണ്ടും സാറിന് വിളിക്കുന്നു. മണികണ്ഠൻ ചേട്ടനും കുടുംബമാണ് സംസാരിച്ചത്. പാലക്കാടാണ്, ഒരു ഗ്രാമീണ മേഖല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു, പക്ഷേ സമയക്കുറവുണ്ട്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിന് മുൻഗണന നൽകാൻ സർവകക്ഷി യോഗത്തിൽ ധാരണയായി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് തീരുമാനം. എന്തായാലും മന്ത്രിമാരും വിവിധ കക്ഷികളുടെ നേതാക്കളും ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിച്ചിരുന്നു. പുനരധിവാസത്തിന്റെ ഭാഗമായി 1000 സ്ക്വയർ ഫീറ്റിൽ ഒറ്റനില വീട് നിർമ്മിക്കാനാണ് തീരുമാനം. ഭാവിയിൽ 2ാം നില പണിയാൻ കഴിയും വിധമായിരിക്കും നിർമ്മാണം. വീടുകൾ ഒരേ രീതിയിലാകും നിർമ്മിക്കുകയെന്നും ഗുണനിലവാരം ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി സർവകക്ഷി യോഗത്തിൽ പറഞ്ഞു. തൊഴിൽ ലഭ്യത ഉറപ്പാക്കും. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകും. കൃഷി ചെയ്യാനുള്ള സൗകര്യവും പാക്കേജിന്റെ ഭാഗമായി പരിഗണിക്കും. വാടക കെട്ടിടങ്ങളിൽ കച്ചവടം നടത്തുന്നവരെ കൂടി പുനരധിവാസത്തിന്റെ ഭാഗമായി സംരക്ഷിക്കാനാണ് തീരുമാനം. വായ്പകൾ എഴുതിത്തള്ളാൻ റിസർവ് ബാങ്കിനെയും ധനമന്ത്രാലയത്തെയും സമീപിക്കും. ഉരുൾപൊട്ടലിൽ തകർന്ന സ്കൂളുകൾ പുനർനിർമ്മിക്കാനാകുമോ എന്ന വിദഗ്ധർ പരിശോധിക്കും. ഒപ്പം പുനരധിവാസ സ്ഥലത്ത് ആവശ്യമായ വിദ്യാലയങ്ങൾ നിർമ്മിക്കും. പ്രകൃതി ദുരന്ത മുന്നറിയിപ്പുകൾ വേഗത്തിലാക്കാൻ കേന്ദ്ര ഏജൻസിയുടെ സഹായം തേടും. ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാടിലും പുനരധിവാസം ഉറപ്പാക്കാൻ യോഗത്തിൽ തീരുമാനമായി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി ചർച്ച നടത്തി. മന്ത്രിസഭയുടെ അനുമതിയും ലഭിച്ച ശേഷമാണ് പുനരധിവാസ പാക്കേജ് സർവകക്ഷി യോഗത്തിൽ അവതരിപ്പിച്ചത്. 24 തിരുവനന്തപുരം. ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. കോട്ടയം മുപ്പായിപ്പാടത്ത് വിഷാംശം ഉള്ളിൽ ചെന്ന് വയോധികൻ മരിച്ചു എന്ന വാർത്ത വരുന്നു. മുപ്പായിപ്പാടം സ്വദേശി വിദ്യാധരനാണ് മരിച്ചത്. അരളിയില കഴിച്ചുവെന്ന് ഒരു സംശയമുണ്ട്, സ്ഥിരീകരിച്ചിട്ടില്ല. വിദ്യാധരൻ അരളിയിലയുടെ ജ്യൂസ് കഴിച്ചു എന്ന് ബന്ധുക്കൾ പറയുന്നു. അതിൽ ഒരു സ്ഥിരീകരണം വേണ്ടതുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വിദ്യാധരന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് വൈകിട്ടായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവാം. നമ്മൾ ഒരുപക്ഷെ എന്താ പറയുക, ഈ ഒരു സ്പെഷ്യൽ ആളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. നമ്മളാരും ഇതുവരെ ചോദിക്കാത്ത ഒരു ചോദ്യം ചോദിച്ച ആളെ പരിചയപ്പെടുത്താൻ പോകുന്നു. ആള് ഒരു വലിയ ആളാണ്, LKGയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഈ നമ്മൾ ആരും ഇതുവരെ ചോദിക്കാത്ത ഒരു ചോദ്യം ടീച്ചറോട് ചോദിച്ചു. പ്രേക്ഷകരിൽ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സ് ഇടുക. അത് മാത്രമല്ല, ആ ചോദ്യം ഒരുപക്ഷെ ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചതിന് ശേഷം ഇതാണോ സംശയം എന്നുകൂടി ചോദിച്ചിട്ടുണ്ട്. അതിലാണ് പോയിന്റ്. അപ്പൊ അതിലേക്ക് പോകാം നമുക്ക്. സംശയം എന്താണെന്ന് അറിയണ്ടേ? ഗാന്ധിജി എന്താ ഉടുപ്പിടാത്ത ടീച്ചറെ? ചൂടായതുകൊണ്ടാണോ എന്നാണ്. അങ്ങനെ ഒരുമിച്ച് പറഞ്ഞാലാണ് മനസ്സിലാവുക. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചൊരു മിടുക്കിയുണ്ട്. അങ്ങനെ ഇപ്പോൾ ആ ചോദ്യമൊക്കെ വൈറലായി മാറിയിട്ടുണ്ട്. അത് വാണിമേൽ, കോഴിക്കോട് വാണിമേൽ MUP സ്കൂളിലെ LKG വിദ്യാർത്ഥിയായ ആയിഷയാണ് ആ കൊച്ചു മിടുക്കി.
വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ വീഡിയോ പങ്കുവച്ചതോടെ ആൾ ഹാപ്പിയാണ്. ഗാന്ധിജി കുപ്പായിടാത്തത് നമ്മുടെ ഇന്ത്യയില് ഒരുപാട് ആളുകൾക്ക് അന്നേരം കുപ്പായില്ലേന്ന്. അന്നേരം ഗാന്ധിജി പറഞ്ഞ് എല്ലാവർക്കും കുപ്പായില്ലെങ്കിൽ ഞാനും കുപ്പായിടുന്നില്ലാന്ന്. ആയിഷയുടെ നിഷ്കളങ്കമായ ചോദ്യം, അതിന് ഫാത്തിമ ടീച്ചർ നൽകിയ മറുപടി, പിന്നാലെ വീഡിയോ വൈറൽ. അല്ല, ഇവിടെ ഇന്ത്യയിൽ ആരും കുപ്പാടത്ത, ഗാന്ധിജും കുപ്പാടാത്ത. ഗാന്ധിജിനെ പറ്റി പറഞ്ഞു കൊടുത്ത്, പിന്നെ ക്ലാസ്സിലെ 20ഓളം കുട്ടികളുണ്ട്. ബാക്കി എല്ലാ കുട്ടികളും കളിക്കാനാണ് പോയി. നമ്മുടെ ആയിഷ കുട്ടി വന്നിട്ട് ടേബിളിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ച്, ടീച്ചറെ ഗാന്ധിജി കുപ്പായിടാത്തത് ചൂടെടുത്തിട്ടാണോ എന്ന് ചോദിച്ചു. അതെനിക്ക് ഒരുപാട് ചിന്തിപ്പിക്കുന്നൊരു ചോദ്യമായിട്ട് തോന്നി. ഞാൻ കേൾക്കാത്ത പോലെ ആക്കിയിട്ടേ ഫോൺ എടുത്തിട്ട് ഞാൻ ചോദിച്ചു, എന്നാ ആയിഷക്കുട്ടി ഇനി പറഞ്ഞത്? എന്നൊരു ആയിഷക്കുട്ടി പിന്നെയും ചോദിക്കുകയാണ്, ടീച്ചറെ ഗാന്ധിജി കുപ്പായിടാത്തത് ചൂടെടുത്തിട്ടാണോ? അങ്ങനെയാണ് ഞാനത് ഫോൺ എടുത്ത് റെക്കോർഡാക്കി എൻ്റെ സ്കൂൾ ഗ്രൂപ്പിലിട്ട് സ്റ്റാറ്റസും വെച്ചു. ഇങ്ങനെയാണ് ഇത് വൈറലായത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ വീഡിയോ പങ്കുവച്ചു. മന്ത്രി ഫേസ്ബുക്കിലിട്ടുണ്ടായിരുന്നു. പിന്നെ ആയിഷനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അന്ന് അവൾക്ക് അവളെ പേരൻസിന് പോകാൻ പറ്റിയില്ല കാണാൻ. പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. അപ്പോൾ കുഞ്ഞായിഷയും ഫാത്തിമ ടീച്ചറും പൊളിയായിട്ടുണ്ടല്ലേ? ചോദ്യം ഉത്തരവൊക്കെ അടിപൊളി. ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് ഉണ്ട്. ഇന്ന് എന്താ കമന്റ്സ് വായിക്കാത്തത് എന്ന് ചോദിച്ചു. നമ്മൾ തന്നെ നമ്മുടെ കമന്റ്സ് വായിക്കാം എന്നൊക്കെ പ്രേക്ഷകർ പറയുന്നുണ്ട്. വാർത്തകൾ ഒരുപാടുള്ള ദിവസം ആയതുകൊണ്ടാണ് നിങ്ങളുടെ കമന്റ്സും കൂടി ഉൾക്കൊള്ളിക്കാൻ നമുക്ക് പറ്റാതിരിക്കുന്നത്. എന്തായാലും നമ്മൾ അതിലൊരു പ്രതിവിധി ഉണ്ടാക്കാം. നോക്കാം. യെസ്. അപ്പോൾ അടുത്തൊരു റിപ്പോർട്ടിലേക്കാണ്. ടാറ്റ മോട്ടോഴ്സിന്റെ കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ മൂന്നാമത്തെയും എക്സ്ക്ലൂസീവ് ഇലക്ട്രിക് വെഹിക്കിൾ ഷോറൂം നാളെ ഉദ്ഘാടനം ചെയ്യും. ശ്രീ ഗോകുലം മോട്ടോഴ്സ് കൊച്ചി അമ്പാട്ടുകാവിലാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്കായി എക്സ്ക്ലൂസീവ് ഷോറൂം ആരംഭിക്കുന്നത്. 12,000 സ്ക്വയർ ഫീറ്റിൽ വിശാലമായ ഷോറൂമിൽ വൈവിധ്യമാർന്ന സേവനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. വാഹനങ്ങളുടെ വിൽപ്പന, സർവീസ്, സ്പെയർ പാർട്സുകൾ എന്നിവ ഒരു കുടക്കീഴിൽ ലഭ്യമാകും. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ടാറ്റ മോട്ടോഴ്സ് MD ശൈലേജ്, ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ, MD ബൈജു ഗോപാലൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. ടാറ്റ മോട്ടോഴ്സിന്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങളും ഷോറൂമിൽ ലഭ്യമാകും. ഗുഡ് നൈറ്റ് വിത്ത് പ്രസിഡന്റ് പ്രവിത എൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് നമ്മൾ കാണുന്നത്, പക്ഷേ വായിക്കാനുള്ള സമയം കിട്ടിയില്ല. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഞാൻ വായിക്കുകയാണ്. ലബീഷ് കുമാർ ആദ്യമേ നമ്മുടെ പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അമ്മയുടെ ബർത്ത്ഡേ ആണ്, വിഷ് ചെയ്യണം എന്ന്. അമ്മയ്ക്ക് വിഷ് അറിയിക്കാൻ പറ്റിയില്ല, ഇടയ്ക്ക് വിട്ടുപോയതാണ്. അപ്പോൾ അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അമ്മ. യെസ്. അപ്പോൾ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ സമയമാവുന്നു. അപ്പോൾ അതിനു മുമ്പ് ആ ഒരു കാര്യം കൂടെ അറിയിക്കുന്നു. രാജ്യത്തെ അതിസമ്പന്നരുടെ ഹുറൂൺ പട്ടികയിൽ ആദ്യ 100-ൽ ഇടം നേടി 6 മലയാളികൾ. 55,000 കോടി രൂപയുടെ ആസ്തിയുള്ള ലുലു ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ MA യൂസഫ് അലിയാണ് ഏറ്റവും സമ്പന്നനായ മലയാളി. ദേശതലത്തിൽ MA യൂസഫ് അലി 40ാം സ്ഥാനത്താണ്. ജ്വല്ലറി മേഖലയിലെ പ്രമുഖനായ ജോയ് ആലുക്കാസ് ആണ് മലയാളികളിൽ 2ാം സ്ഥാനത്ത്. ഇൻഫോസിസ് സഹസ്ഥാപകനായ ക്രിസ് ഗോപാലകൃഷ്ണൻ, കല്യാൺ ജ്വല്ലേഴ്സ് ഉടമ TS കല്യാണരാമൻ, വിദ്യാഭ്യാസ സംരംഭകനായ സണി വർക്കി, UAE ആസ്ഥാനമായ ബുർജിൽ ഹോൾഡിംഗ്സിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംഷീർ വയലിൽ എന്നിവരാണ് പട്ടികയിലുള്ള മറ്റ് മലയാളികൾ. പട്ടികയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയാണ് ഡോക്ടർ ഷംഷീർ വയലൽ. ഇന്ന് പ്രേക്ഷകരുമായിട്ട് ഒരുപാട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നാളെ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് തൽക്കാലം ഇവിടെ പറയും. നാളെ 10:30 കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എത്താം. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല രാത്രി ആശംസിക്കുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.